അരളിപ്പൂവിന് ശേഷം ഇതാ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം തുമ്പപ്പൂവും തുമ്പച്ചെടിയും വില്ലനാകുന്നു. ചേർത്തലയിലെ വീട്ടമ്മയായ ജെ ഇന്ദുവിൻ്റെ മരണം തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചത് കൊണ്ടാണോ എന്നാണ് ഇപ്പോൾ സംശയമുയരുന്നത്. വീട്ടുകാർ തന്നെയാണ് ഈ സംശയം ആദ്യം ഉന്നയിച്ചത്. പക്ഷേ അങ്ങനെയാവാൻ ഇടയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നും അതാകാം മരണകാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളിൽ നിന്നാണ് പോലീസിൻ്റെ പ്രതികരണം. അതേ അവസരത്തിൽ ആലപ്പുഴ റെസ്പിറേറ്ററി മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ വേണുഗോപാൽ പറയുന്നത് ചില വ്യക്തികളിൽ തുമ്പപ്പൂ ചെടി ദോഷം ചെയ്യുമെന്നാണ്. ജീവിതശൈലീ രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് അപകടകരമായി മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാം. സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം, പ്രമേഹം, കിഡ്നി രോഗങ്ങൾ എന്നിവ ഉള്ളവർക്ക് ദോഷകരമായി മാറിയേക്കാമെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. അതേസമയം തുമ്പപ്പൂ പല രോഗങ്ങളും ശമിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുചികിത്സകർ പറയുന്നു. തുമ്പപ്പൂ ഒറ്റമൂലി മരുന്നെന്നാണ് വികാസ് പീഡിയയിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. വയറിൻ്റെ ആരോഗ്യത്തിനും അസിഡിറ്റി, ഗ്യാസ്, അലർജി, സൈനസൈറ്റിസ്, പ്രസവശേഷം ആരോഗ്യ പരിപാലനത്തിനും ശരീരത്തിലെ വ്രണങ്ങളുടെ മുറിവുകളുമെല്ലാം സുഖപ്പെടുത്തുന്നതിനും ചുമയ്ക്കുമൊക്കെ തുമ്പപ്പൂവും ഇലകളുമൊക്കെ ഉപയോഗിക്കാമെന്നാണ് വികാസ് പീഡിയയിലുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു. പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതോടെയാണ് തുമ്പയ്ക്ക് വില്ലൻ പരിവേഷം കിട്ടിയത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി. കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.